വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിലെ പൂരാണ്. സോ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇനി 2-3 ദിവസം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഓൾറെഡി നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്നു. അത് ഞാൻ ഈ അമ്പലത്തിൽ പോയ ക്ലിപ്പൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനൊരു ഇൻട്രോ എടുക്കാൻ വിട്ടുപോയി. വിച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് നമ്മളൊരു 10-11 മണിയാകുമ്പോൾ നമ്മൾ ഇറങ്ങി. ഇവിടെ ഒരു 11:30 എത്തി. കുറച്ച് നേരം നമ്മൾ വീട്ടിൽ സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് പിന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്നത്. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം പോയിട്ട് തൊഴുത് വന്നു. അങ്ങനെ ഇനി ഉച്ചത്തെ ഊണ് ഇവിടെയാണ്. വിച്ചുവിൻ്റെ ഫാമിലിക്കും അതുപോലെ തന്നെ മനുവാൻ്റെ ഫാമിലിക്കും. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ വരവ് കാണാൻ വേണ്ടിയിട്ട് പോകും നമ്മുടെ അടുത്തുള്ള ക്ലബിൻ്റെ. അതിനുശേഷം പിന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോവും. പിന്നെ പൂരപ്പറമ്പിക്ക് ഇറങ്ങും. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. എൻ്റെ കഴിഞ്ഞ 3 കൊല്ലത്തെ അല്ലെങ്കിൽ 4 കൊല്ലത്തെ പൂരം വ്ളോഗ്സ് കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഇത് തന്നെയാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ബാക്കി വീഡിയോ കാണാം. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലം കേട്ടോ. കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രമാണ്. ലാസ്റ്റത്തെ ഒരു 3-4 കൊല്ലമായിട്ട് നിങ്ങളെൻ്റെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ അമ്പലത്തിലെ പൂരത്തിൻ്റെ വ്ളോഗ് ഞാൻ എല്ലാ കൊല്ലവും ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കാണ്. സാധാരണ ഇതിനും കൂടുതൽ തിരക്കുണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം കുറച്ച് കുറവുള്ള പോലെ തോന്നി. എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സുഖമായിട്ട് അമ്പലത്തിലൊക്കെ പോയി തൊഴുതു വന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കുറച്ച് നേരം തറവാട്ടിൽ കയറി അച്ഛമ്മേനെയും കണ്ട് സംസാരിച്ചു കേട്ടോ. അതിനുശേഷം പിന്നെ ഉച്ചത്തെ ഊണിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് സദ്യയായിരുന്നു. കുറച്ച് കറികളൊക്കെ അമ്മ ഉണ്ടാക്കി, കുറച്ച് കറികൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി സദ്യ കഴിക്കാനിരിക്കുകയാണ്. ഞാനും വിച്ചും അതുപോലെ തന്നെ വിച്ചുവിൻ്റെ അച്ഛനും പിന്നെ മനുവേട്ടൻ്റെ അച്ഛനും പിന്നെ എൻ്റെ അച്ഛനും അതുപോലെ തന്നെ വേറൊരു കളരി സ്റ്റുഡൻറ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളാണ് ആദ്യം ഇരുന്നത്. എന്നെ പിടിച്ചിരുത്തിയതാണ് കേട്ടോ ഇവർ. ഞാൻ പിന്നെ ഇരിക്കാമെന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ എന്നെ പിടിച്ചിരുത്തി. വീഡിയോ എടുത്ത് തരുന്നത് എൻ്റെ സ്വന്തം ചേച്ചിയാണ്. മനുവേട്ടൻ്റെ അമ്മ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. എൻ്റെ അമ്മ ഇവിടെ ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. മനുവേട്ടൻ്റെ സിസ്റ്ററും ഉണ്ടായിരുന്നു കേട്ടോ, അച്ഛനും ഉണ്ടായിരുന്നു. പിന്നെ അമ്മ കാര്യമായിട്ട് ആരോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫോണിൽ. പിന്നെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇവർ കഴിക്കാനിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ടൈം എടുത്തിട്ട് ആണ് കഴിച്ചത്. എല്ലാവരും നല്ല സംസാരമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മിററിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് വീഡിയോ എടുത്തതാണ്. കുറേ ആയി ഈ ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഒരു കുർത്ത സെറ്റാണ്. ഇത് ഡി വ്ളോഗ്സിലെ ദേവ് തന്ന കുർത്ത സെറ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കുർത്ത സെറ്റ്. ഇപ്പോൾ എവിടെ പോകുമ്പോഴും ഇതാണ് വെയർ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു വന്നു. അതിനുശേഷം പിന്നെ ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിട്ടോ. പിന്നെ അതിനുശേഷം എന്തോ ഒരു നന്നാരി സർബത്തോ അങ്ങനെ എന്തോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങളെല്ലാവരും ഓരോ ക്ലബിൻ്റെ കാഴ്ച വരവ് കാണാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അതിൽ ഒരു ക്ലബിൻ്റെ മാത്രമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ബാക്കി എല്ലാ ക്ലബ്ബും നമ്മൾ വൈകിട്ട് അമ്പലത്തിൻ്റെ നടയിൽ വെച്ചിട്ട് കാണാമെന്നാണ് കേട്ടോ വിചാരിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് കുറുമ്പൂർ മന ഉള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് ഒരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ക്ലബിൻ്റെ പരിപാടികളൊക്കെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ക്ലബിൻ്റെ പേര് തപസ്യ എന്നാണ് കേട്ടോ. ഞാനും ഒരു ചെറിയൊരു മെമ്പറാണ് ക്ലബ്ബിലെ. ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കും. അപ്പോൾ ആദ്യം കൊട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ എല്ലാവരും ലൈനിൽ നിന്ന് കാണുന്നുണ്ട്. എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സൈഡിലാണ് കേട്ടോ നിന്നത്. മനയുടെ നമ്മൾ ഫ്രണ്ടിൽ പോയി നിന്നില്ല. കാരണം ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നൈബേഴ്സും അതുപോലെ തന്നെ കൊട്ടിൻ്റെ ആൾക്കാരും ക്യാമറമാനും പിന്നെ ആ ഒരു മനയിലെ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇവരുടെ കൊട്ട് ആസ്വദിച്ചു കേട്ടോ കുറച്ച് നേരം.
ഇനി ക്ലബിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വരവ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നോർമലി സ്റ്റാർട്ട് ചെയ്യാറുള്ളത് എല്ലാ വട്ടം. ഇപ്രാവശ്യം മനേന്ന് തുടങ്ങിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടുണ്ട്, അതായത് ചെണ്ട പോലത്തെ സംഭവം ഉണ്ട്. പിന്നെ ഇതുപോലതാ ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇതിനെന്താ കറക്റ്റ് പറയാമെന്നൊന്നും അറിയില്ല എനിക്ക്. ഇങ്ങനെ വലിയ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ കൊല്ലും പൂരം കാണാൻ പോകാറുള്ളതാണ്, ഇതുപോലത്തെ ക്ലബിൻ്റെ പ്രോഗ്രാമും കാണാൻ പോകാറുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അത് ഞങ്ങളുടെ തപസ്യ ക്ലബിൻ്റെ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചതാണ് കേട്ടോ. ബാക്കിലെല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇനി ഇവിടെ നിന്ന് വരവ് സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു ഇത് മാത്രമല്ല, കൊട്ടുണ്ടായിരുന്നു, ഈ ഒരു വലിയ രൂപത്തിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു മൂക്കാഞ്ചാത്തനോ അങ്ങനെ എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവരിങ്ങനെ നിരന്നിക്കണ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ തപസ്യയുടെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, എൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു ദിൽജിത്ത്. എൻ്റെ മോഡലിംഗ് ഷൂട്ടിനൊക്കെ ദിൽജിത്താണ് ഫോട്ടോ എടുക്കാറുള്ളത്. അപ്പോൾ അവനായിരുന്നു തപസ്യ ക്ലബിൻ്റെ ഫോട്ടോഗ്രാഫർ കേട്ടോ ഇപ്രാവശ്യത്തെ. അപ്പോൾ കുറച്ചും കൂടി എനിക്ക് എന്താ പറയുക കമ്പനി, കാരണം കുറേ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫാമിലി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുള്ള്. ഇതൊക്കെ തപസ്യ ക്ലബ്ബിലെ മെമ്പേഴ്സാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫാമിലിയിൽ തന്നെ കുറേ മെമ്പേഴ്സ് ഉണ്ട് തപസ്യ ക്ലബ്ബിൽ. പിന്നെ ഇതുണ്ടായിരുന്നു കേട്ടോ. ഇതിന് എനിക്ക് തോന്നുന്നു മുത്തപ്പനാണ് ആദ്യം ഉള്ളത്, ആദ്യത്തെ. എനിക്ക് ബാക്കിയുള്ളതിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. പിന്നെ പടക്കൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആട്ടത്തിൻ്റെ ആയിരുന്നു കൊട്ടുണ്ടായിരുന്നു കേട്ടോ, അതെനിക്കറിയായിരുന്നു. യെസ്, അപ്പോൾ ഇങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മളിതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ വേഗം വിച്ചുൻ്റെ അമ്മേനെ അച്ഛനും വിച്ചുൻ്റെ അമ്മയുടെ അച്ഛനും വീട്ടിലാക്കിയിട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ചാവക്കാട്ടേക്ക് വന്നു. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി മേലൊക്കെ കഴുകി ഫ്രഷായി. ഇനി നമ്മൾ അരിയേറ് കൊള്ളാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അതായത് പറ കഴിഞ്ഞതിന് ശേഷം അരിയേറുണ്ട് അമ്പലത്തിൽ. സോ അത് കൊള്ളാൻ വേണ്ടിയിട്ട് പോവാണ്. ആ സമയത്താണ് എൻ്റെ കണ്ണിങ്ങനെ ചോന്നിരിക്കണം ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ഒരു കോഡ് സെറ്റാണ് കേട്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സ്ലീവ്ലെസ് ആണ്, ബോട്ട് നെക്കാണ് വരുന്നത്. ഇത് ഞാൻ കോഴിക്കോട് SM സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്, ഫ്രഷ് ആയിട്ടോ. ഇപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ അരിയേറ് കൊള്ളാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ബാക്കിയുള്ള ക്ലബ്ബുകാരുടെ വരവൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനി നമ്മൾ എന്തായാലും അമ്പലത്തിൽ നിന്നും അതുപോലെ തന്നെ പൂരപ്പറമ്പിൽ നിന്നൊക്കെ കുറച്ച് നേരം വൈകിട്ടേ വരുള്ളൂ. കാരണം അവിടുത്തെ എല്ലാ ക്ലബിൻ്റെ വരവും അതുപോലെ തന്നെ അത് എല്ലാ വരവും പാടത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് നേരം അവർ കുറച്ച് എന്താ പറയുക പാട്ടും കൊട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടേ വരുന്നുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് ഒരു കോഡ് സെറ്റാണ്. ഞാൻ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് നിങ്ങളെ കാണിക്കാം കേട്ടോ. വിച്ചു ഇവിടെ ഫ്രഷ് ആവുന്നേ ഉള്ളൂ. അമ്മയും ചേച്ചിയൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ഈ ഒരു ഔട്ട്ഫിറ്റ് എടുത്തത് നമ്മുടെ കോഴിക്കോടുള്ള മിഠായി തെരുവെന്നാണ് കേട്ടോ, SM സ്ട്രീറ്റിൽ നിന്നാണ്. അതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 750 അങ്ങോട്ടാണ് ഈ ഒരു കോഡ് സെറ്റിന് വന്നത്. നല്ല കോട്ടൻ്റെ ആണ്. പിന്നെ അറിയാലോ ഞാൻ കോട്ടനാണ് കൂടുതലും വെയർ ചെയ്യാറുള്ളത്. പിന്നെ ഒരു സിമ്പിൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, ഐലൈനർ, അതുപോലെ തന്നെ മസ്കാര, ചെറുതായിട്ട് ഐ ഷാഡോ, ഹൈലൈറ്റർ, ബ്ലഷ്, ലിപ്സ്റ്റിക്ക്, പൊട്ടും വെച്ചു, സിന്ദൂരം തൊട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ കണ്ണ് എന്തോന്ന് അറിയില്ല, ചോന്നിരിക്കുന്നുണ്ട് കേട്ടോ ഈ ലെഫ്റ്റ് ഐ. എനിക്ക് അറിയില്ല, എനിക്ക് തോന്നുന്നു കുളിക്കുമ്പോൾ ഫേസ് വാഷ് എന്തോ പോയതാന്ന് തോന്നുന്നുണ്ട്. യെസ്, അപ്പോൾ നല്ല ചൂടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു കയ്യിൽ ഈ ഒരു ബാങ്കിലാണ് കേട്ടോ ഇട്ടേക്കുന്നത്. പിന്നെ ഇതിൽ മുത്തശ്ശൻ്റെ അനിയൻ തന്ന കൈച്ചേൻ ഇട്ടിട്ടുണ്ട്, പിന്നെ മാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പൂരപ്പറമ്പിലോട്ട് പോവാം കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്രീ ഹെയർ ആണ് കേട്ടോ ചെയ്തത്. പിന്നെ ഞാനൊരു ക്രാബ് എടുത്തിട്ടുണ്ടായിരുന്നു, ഇൻ കേസ് മുടി കെട്ടി വെക്കാൻ തോന്നിയാൽ കെട്ടി വെക്കാമെന്ന് വെച്ചിട്ട്. ചേച്ചി കോഡ് സെറ്റ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു മെറൂണും അല്ല മുന്തിരി കളർ പോലത്തെ ഒരു കോഡ് സെറ്റാണ്. അത് ബ്ലറിൻ്റെ കാര്യം പറയാൻ കേട്ടോ നമ്മൾ, അതായത് ഒരാളെയാണ് അറ്റ് എ ടൈം ഫോക്കസ് ചെയ്യുന്നത്, അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളിതാ വീണ്ടും മനയുടെ സൈഡിൽ കൂടെ ഇനി അമ്പലത്തിൻ്റെ അവിടേക്ക് പോകാണ് കേട്ടോ. നമുക്കിത് ഷോർട്ട് കട്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലാണല്ലോ ഈ മന. അപ്പോൾ അതിൻ്റെ വീടിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് നമുക്കൊരു ഷോർട്ട് കട്ടായിട്ട് വേഗം അമ്പലത്തേക്ക് എത്താം. വിച്ചുത ബാക്കിൽ നടന്നു വരുന്നുണ്ട്, അമ്മ ഉണ്ട് ഞങ്ങളുടെ കൂടെ. അച്ഛൻ പിന്നെ ഓൾറെഡി നേരത്തെ അമ്പലത്തിൽ പോയിട്ട്, അച്ഛൻ എല്ലാ പ്രാവശ്യം കൗണ്ടറിൽ ഇരിക്കാറുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം കൗണ്ടറിൽ അധികം നേരം ഇരുന്നില്ല, കാരണം വിച്ചുവിൻ്റെ ഫാമിലി മനുവിൻ്റെ ഫാമിലിയൊക്കെ വരുന്ന കാരണം. പിന്നെ എൻ്റെ മുടിയുടെ അവസ്ഥ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ശരിക്കും കാണുന്നത്. ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള ഹെയറും ട്രീറ്റ്മെൻറ്റ് അല്ലാത്ത ഹെയറും കൂടി ആകെ വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ എൻ്റെ ചേച്ചിയുടെയും അമ്മയുടെയും മുടി നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട്. ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഹെയർ ഒന്ന് ഷോർട്ട് ആക്കാനുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു 2 ഇയേഴ്സ് കൂടുമ്പോൾ ഹെയർ ഷോർട്ട് ആക്കാറുണ്ട്. അമ്പലത്തിലെത്തിയപ്പോൾ അരിയറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കുറച്ചധികം ലേറ്റായി പോയി. അപ്പോഴേക്കും ഇവിടെ ഓരോ ക്ലബ്ബുകാരുടെയും വരവ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഭഗവതിയുടെ അമ്പലമായ കാരണം ആനകളില്ല കേട്ടോ. ഇത് ആനകളില്ലാത്ത പൂരാണ്. പക്ഷെ ആനകളില്ലാന്നിട്ടും വലിയ അതിൻ്റെ ഒരു കുറവൊന്നും കാണില്ല കേട്ടോ. കാരണം എല്ലാ കൊല്ലും ഭയങ്കര തിരക്കാണ് ഈ ഒരു പൂരത്തിന്. കുറേ ആളുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ കുറേ ക്ലബ്ബുള്ളതുകൊണ്ട് കുറേ ഇതുപോലത്തെ ഓരോ പരിപാടികൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ പൂരപ്പറമ്പിലാണെങ്കിൽ ഫുള്ളായിരുന്നു, നല്ല തിരക്കായിരുന്നു കേട്ടോ. നമുക്കാണെങ്കിൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ, അതായത് എല്ലാ വരവുകളും നമുക്ക് അടുത്തുനിന്ന് തന്നെ കാണാൻ പറ്റി. അതിൻ്റെ അടുത്താണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ ചുമ്മാ ക്യാമറയിൽ എന്തൊക്കെയോ നോക്കുന്നുണ്ട്,
അപ്പോൾ ചേച്ചി എന്താ എന്തൊക്കെ നോക്കുന്നുണ്ട്, കാര്യമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ടല്ലോ, എന്താണെന്നൊന്നും അറിയില്ല. എനിക്ക് നല്ല വെറുതെ സംസാരിക്കുകയായിരിക്കും. നമ്മൾ സിന്ദൂരം തൊട്ടതൊക്കെ നോക്കിയായിരുന്നു കേട്ടോ, വേറെ ഒന്നുമല്ല. ഓരോരോ ആഗ്രഹങ്ങളെ നമ്മളതൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവളെങ്ങനെ തൊട്ടു, ഞാനെങ്ങനെ തൊട്ടു എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. യെസ്, അപ്പോൾ നമ്മുടെ വരവ് കയറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തപസ്യ ക്ലബ്ബ് അമ്പലത്തിൻ്റെ നടഭാഗത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചിലതൊന്നും അമ്പലത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് കയറ്റില്ല, ചിലത് പുറത്താണ് നിർത്താറുള്ളത്. അതിനെന്തൊക്കെ പ്രത്യേകത ഉണ്ട്. അപ്പോൾ അങ്ങനെ ചില ക്ലബ്ബ് കയറ്റാറില്ല, ചില ക്ലബ്ബേ കയറ്റാറുള്ളൂ. യെസ്, അപ്പോൾ നമ്മുടെ ക്ലബ്ബ് കയറിയിട്ടുണ്ട്. യെസ്, അങ്ങനെ നമ്മുടെ ക്ലബ്ബ് കുറച്ചധികം ടൈം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. നമ്മുടെ ക്ലബിൻ്റെ വരവ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടോ അമ്പലത്തിൻ്റെ അവിടെ നിന്ന്. ഇനി നമുക്ക് പൂരപ്പറമ്പിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും എന്താ കാവടിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതിന് മുൻപിലായിട്ട് ഇതുപോലത്തെ സംഭവങ്ങൾ, അതായത് ടെഡി ബിയർ പോലത്തെ സംഭവങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അത് പാണ്ട ഉണ്ടായിരുന്നു, പിന്നെ മിക്കി മൗസ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഞാനത് കറക്റ്റായിട്ട് വീഡിയോ എടുത്തില്ല. എനിക്കിങ്ങനെ ദൂരത്തു നിന്ന് കാണുമ്പോൾ എന്താണെന്ന് ഓർമ്മയില്ല. പിന്നെ പൂരം കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുണ്ട്, അതുകൊണ്ട് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന്. അങ്ങനെ നമ്മളിതാ പൂരപ്പറമ്പിൽ ഇറങ്ങിയിട്ട് ആദ്യം കഴിക്കുന്നത് ഐസ്ക്രീമാണ് കേട്ടോ. ഞാൻ സ്ഥിരം പറയുന്ന പോലെ കരിക്ക് ഐസ്ക്രീം അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചേച്ചി എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ വിച്ചു പൂരപ്പറമ്പിൽ നിന്ന് ഒരു ഐറ്റംസും കഴിക്കില്ല എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ തന്നെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഐറ്റംസൊന്നും ആൾ കഴിച്ചില്ല, ഒന്നോ രണ്ടോ ഐറ്റംസ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ ചെറുതായിട്ട് വീഡിയോയിൽ തലപ്പെട്ട കാരണം മാറിയതാണ് കേട്ടോ വിച്ചുവിന്. പിന്നെ അറിയാമല്ലോ, ഭയങ്കര ഷൈ ആണ് വീഡിയോയിൽ വരാനായിട്ട്. ഐസ്ക്രീം കഴിച്ചു എന്നാൽ തന്നെ അത് തൊട്ടപ്പുറത്ത് പാനിപൂരിയുടെ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഷോപ്പല്ല, സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പാനിപൂരി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു പാനിപൂരി ഫാനല്ല, എന്നാൽ കൂടി ഒരെണ്ണം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. വിച്ചുവിന് പാനിപൂരി ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. നമ്മൾ മലേഷ്യ പോയപ്പോഴും അതുപോലെ തന്നെ എവിടെയോ ചെറായി പോയപ്പോഴൊക്കെ വിച്ചു പാനിപൂരി കഴിക്കണേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിച്ചുവിനോട് വേണമെന്ന് ചോദിച്ചു. വിച്ചു ആദ്യമൊക്കെ വേണ്ട എന്നൊക്കെ പറഞ്ഞു. പിന്നെ വിച്ചിനെ കൊണ്ട് ഞാൻ ഒരെണ്ണം കഴിപ്പിച്ചു ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. പാനിപൂരി ഇഷ്ടം എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് ഇഷ്ടമാണ്, അമ്മയ്ക്ക് ഇഷ്ടമാണ്, ഇപ്പോൾ മനസ്സിലായി വിച്ചുവിന് ഇഷ്ടമാണ്. എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് പാനിപൂരി മസാലപ്പൂരി ഐറ്റംസ് ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. പാനിപൂരി കഴിച്ചിട്ട് കുറച്ച് നേരം നമ്മൾ വീണ്ടും പൂരപ്പറമ്പിലെ ഓരോ വരവും കണ്ടു നിന്നു. അതിനുശേഷം നമ്മളിതാ മുളകാ ബജ്ജി മേടിച്ചിട്ടുണ്ടായിരുന്നു. മുളകാ ബജ്ജി എനിക്ക് തോന്നുന്നു ഞാൻ മുൻപ് കഴിച്ചേർന്നില്ല. ഈ ഇടയ്ക്കായിട്ടാണ് ഞാൻ മുളകാ ബജ്ജി കഴിച്ചു തുടങ്ങിയത് കേട്ടോ. മുളകാ ബജ്ജി ഉള്ള സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും കോളിഫ്ലവർ ഫ്രൈ ആണ് എപ്പോഴും വാങ്ങാറുള്ളത്. പക്ഷേ ഈ ഇടയ്ക്കായിട്ട് ഞാൻ മുളകാ ബജ്ജിയും കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. എനിക്കിഷ്ടമില്ലാത്ത കുറേ ഐറ്റംസ് ഞാനിപ്പോൾ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം മുളകാ ബജ്ജി ഒരെണ്ണമൊക്കെ കഴിച്ചു ഞാൻ, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അതാണ് നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരുന്നത്. പിന്നെ വിച്ചുവിന് വേണമെന്ന് ചോദിച്ചപ്പോൾ വിച്ചു വേണ്ടാന്ന് പറഞ്ഞു. വിച്ചു ഇതുപോലത്തെ ഫുഡ് കഴിക്കില്ലല്ലോ. പക്ഷേ പാനിപൂരി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പിലിട്ട കടയിൽ പോയിട്ട് ഞാൻ മാങ്ങയും അതുപോലെ തന്നെ ക്യാരറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കും പൂരം കാണാൻ പോയിട്ട് പൂരപ്പറമ്പിലുള്ള എല്ലാ ഭക്ഷണവും കിടന്ന് കഴിക്കുകയാണല്ലോ എന്ന്. സത്യമാണ് കേട്ടോ. കാരണം എല്ലാ വട്ടം പൂരത്തിന് പോയി കഴിഞ്ഞാൽ ഇതെൻ്റെ സ്ഥിരം പണിയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഒരു 2-3 ഇയേഴ്സ് ആയിട്ടാണ് ഇങ്ങനെ തുടങ്ങിയത്. മുൻപൊന്നും ഇങ്ങനെ കഴിച്ചിരുന്നില്ല. ലാസ്റ്റ് 2-3 ഇയേഴ്സ് ആയിട്ട് ഞാൻ ഏത് പൂരത്തിന് പോയാലും പൂരം കാണുന്നതിന് കൂടുതൽ ഞാൻ അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ നല്ല ഉപ്പിലിട്ട മാങ്ങയും ക്യാരറ്റും പൈനാപ്പിളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ചേച്ചി സ്ഥിരമായിട്ട് നമ്മുടെ പൂരത്തിന് വരുമ്പോൾ ഇതുപോലെ സ്റ്റോർ ഇടണം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പിലിട്ടത് നല്ല തിരക്കാണ്, എപ്പോഴും ഈ സ്റ്റോറിന് ഫ്രണ്ടിൽ നല്ല തിരക്കാണ്. ചില സമയത്ത് കാലിയായിട്ട്, അത്രയും പെട്ടെന്ന് തന്നെ കാലിയായിട്ട് കിടക്കണ കാണാറുണ്ട് കേട്ടോ, എല്ലാവരും മേടിച്ച് കൊണ്ടുപോയിട്ട്. അതിനുശേഷം ഞങ്ങൾ അടുത്തത് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ചന്ന മസാല, അതായത് കടല മസാല കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 2-3 കൊല്ലമായിട്ടാണ് ഈ ഒരു സംഭവം വന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് മുന്നേ ഞാനിത് ഇവിടെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. നോർത്ത് ഇന്ത്യയിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇവിടെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. നിങ്ങളൊരാളെ കണ്ടോ? ആദ്യത്തിന് നമ്മൾ പൂരപ്പറമ്പിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു, കുറച്ച് നേരം സംസാരിച്ചു. അങ്ങനെ നമ്മൾ ചന്ന മസാല കഴിച്ചു. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. എന്തോ ഭയങ്കരമായിട്ട് ഇങ്ങനെ സോസിൻ്റെ ഒക്കെ കുത്തെടുക്കുകയായിരുന്നു കേട്ടോ. ഞാനത് കഴിച്ചില്ല, ഒരു ടേബിൾ സ്പൂണൊക്കെ കഴിച്ചുള്ളൂ. പിന്നെ നമ്മൾ സേമിയ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതാണെങ്കിൽ നമ്മൾ ഒരെണ്ണം മേടിച്ചുള്ളൂ. ചന്ന മസാല ഒരെണ്ണം മേടിച്ച് ആരും കഴിക്കാത്ത കാരണം നമ്മൾ സേമിയ ഐസ്ക്രീം ഒറ്റെണ്ണം മേടിച്ചുള്ളൂ കേട്ടോ. അതാണെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ എപ്പോഴേയും കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ പൂരപ്പറമ്പിൽ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും നമ്മുടെ തപസ്യ ക്ലബ്ബ് തിരിച്ച്
ക്ലബിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് കണ്ടു കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുത്തതാണ്. നല്ല ലൈറ്റില്ല, രാത്രിയാണ് കുറച്ചും കൂടി ഭംഗി തോന്നിയത്. ആ ഒരു ഈവനിങ് ടൈം ഇതിന് അത്ര ഭംഗി എനിക്ക് തോന്നിയില്ല, പക്ഷേ രാത്രി നന്നായിട്ട് തന്നെ ഭംഗി തോന്നി കേട്ടോ. അച്ഛന് ഇവരിട്ടേക്കുന്ന ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി. അച്ഛൻ പറഞ്ഞത് ഇനി ആരുടെയെങ്കിലും കല്യാണം അല്ലെങ്കിൽ റിസപ്ഷൻ വരുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് വാടകയ്ക്ക് എടുക്കാമെന്നാണ്. ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഡ്രസ്സൊക്കെ അച്ഛൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പൂരമൊക്കെ കണ്ടു കഴിഞ്ഞതാ ഇനി വീട്ടിലേക്ക് മടങ്ങുകയാണ്. അച്ഛൻ ഇല്ല കേട്ടോ, അച്ഛൻ നേരത്തെ പോയി. വീട്ടിലെത്തിയതാ രാത്രിത്തെ ഭക്ഷണം കഴിക്കുകയാണ്. രാത്രിത്തെ ഭക്ഷണം എന്ന് പറയാൻ ഉച്ചത്തെ സദ്യയുടെ ബാക്കി ഉണ്ടായിരുന്നു, അതാണ് കഴിക്കുന്നത്. പിന്നെ നമ്മൾ പൂരത്തിന് ഇവിടെ നോൺ വെജ് മേടിക്കാറില്ല, പതിവില്ല, നമ്മൾ ഒട്ടും മേടിക്കാറില്ല കേട്ടോ അങ്ങനെ. അപ്പോൾ നമ്മൾ സദ്യ തന്നെയാണ്. ഉച്ചത്തെ സദ്യ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചു. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങി കേട്ടോ. കാരണം 2 മണിക്ക് എണീറ്റു, 2 മണിയല്ല തോന്നുന്നു, 1 മണിക്ക് കൊണ്ട് എണീറ്റു. വിച്ചുത കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ടോ. അച്ഛനുണ്ട് ഞങ്ങളുടെ കൂടെ. എവിടേക്കാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിലേക്കാണ്. വിച്ചുവിന് നമ്മുടെ കോഴിക്കുളങ്ങര അമ്പലത്തിൽ കൊട്ടുണ്ട്, തായമ്പക ഉണ്ട്. വിച്ചു കൊട്ടു കേട്ടോ. വിച്ചു ചെണ്ടയൊക്കെ കൊട്ടുന്ന ഒരാളാണ്. യെസ്, അപ്പോൾ വിച്ചുവിൻ്റെ തായമ്പക ഉണ്ട്. ഇത് നമ്മൾ ഒട്ടും പ്ലാൻഡ് അല്ല, പെട്ടെന്നാണ് തായമ്പക കൊട്ടാൻ കൂടാന്ന് വിച്ചു വട്ടം പിടിക്കാമെന്ന് വിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വട്ടം പിടിക്കലാണ്, മെയിൻ കൊട്ടല്ല. വിച്ചു കൊട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഒരിക്കലും തോന്നുന്നു വിച്ചുവിൻ്റെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞതാണ്. വിച്ചു സ്റ്റേറ്റ് വിന്നറാണ് തായമ്പകയിൽ. അപ്പോൾ ഞാൻ വിച്ചുവിൻ്റെ കൊട്ട് മുന്നേ ഒരു വട്ടം കണ്ടിട്ടുണ്ട് കേട്ടോ, ഗുരുവായൂർ നമ്മൾ റിലേഷൻഷിപ്പിലായ സമയത്ത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഞാൻ കാണാൻ പോകുന്നത്. അതും നമ്മുടെ എന്താ പറയുക, വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിലായതുകൊണ്ട് കുറച്ച് സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാനും അച്ഛനും ഉറക്കൊക്കെ ഒഴിച്ച് വിച്ചുവിൻ്റെ കൊട്ട് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അമ്മയും ചേച്ചിയും കുക്കും വന്നില്ല, കുക്കിന് പിന്നെ വരാൻ പറ്റില്ല. പിന്നെ അമ്മയും ചേച്ചിയും വന്നില്ല കേട്ടോ, കാരണം നല്ല ആ ഒരു ടൈം ഉറങ്ങണ സമയമാണല്ലോ, അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടിച്ചില്ല. അപ്പോൾ നമ്മളിതാ ഉറക്കൊക്കെ കളഞ്ഞിരിക്കുകയാണ് കേട്ടോ. വിച്ചുവിൻ്റെ കൊട്ട് ഒട്ടും പ്ലാൻഡ് അല്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ചു ഇവിടെ മുന്നേ കൊട്ടിയുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് തായമ്പക കൊട്ടണ ഇതിൽ വിച്ചുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ വിച്ചു ചോദിച്ചപ്പോൾ വട്ടം പിടിക്കാൻ കൂടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൂടിയതാണ്. എന്തായാലും വിച്ചുവിൻ്റെ കൊട്ടൊക്കെ കാണാൻ പറ്റി. എനിക്കിഷ്ടമായി കേട്ടോ വിച്ചുവിൻ്റെ കൊട്ട്. എനിക്കങ്ങനെ ഞാൻ ചെണ്ടക്കൊട്ടൊന്നും ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളൊന്നുമല്ല, പക്ഷേ വിച്ചു ഉള്ളതുകൊണ്ട് ഞാൻ അതിങ്ങനെ തായമ്പക ഒരിക്കലും 3/4 മണിക്കൂറാണ് അതിങ്ങനെ ആസ്വദിച്ച് തന്നെ ഇരുന്നു കേട്ടോ. വിച്ച് കൊട്ടണ സമയത്തെ ഞാൻ അധികം വോയിസ് ഓവർ ചെയ്തില്ല, നിങ്ങളും കൊട്ട് കേട്ടോട്ടെ എന്ന് വിചാരിച്ചു. ലാസ്റ്റ് ആയപ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ ഒരു ക്ലിപ്പ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല തോന്നുന്നുണ്ട്. എന്തായാലും നമ്മൾ കൊട്ടൊക്കെ കഴിഞ്ഞു, നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അച്ഛൻ അതിൻ്റെ ഇടയിൽ കുറച്ചൊരു എമർജൻസി വന്നപ്പോൾ അച്ഛൻ കാറെടുത്ത് പോകേണ്ട വന്നു. സോ നമ്മൾ നടന്നിട്ടാണ് വീട്ടിലേക്ക് പോണത്. അങ്ങനെ ഇപ്രാവശ്യത്തെ പൂരവും കഴിഞ്ഞു. എന്തായാലും പൂരം അടിപൊളിയായിരുന്നു, കുറച്ചും കൂടി സ്പെഷ്യലായിരുന്നു. കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പൂരം എൻ്റെ വിച്ചു തായമ്പൊക്കെ കൂട്ടിയ ഒരു പൂരം കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.